വെൽക്കം ബാക്ക് ടു വിവോൾ കാർ കെയർ. പല കസ്റ്റമേഴ്സും എയർ ബാഗ് വെഹിക്കിളത്തുണ്ടെങ്കിലും ഇതുവരെ ബ്ലാസ്റ്റ് ആയി കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ട് എയർ ബാഗ് ബ്ലാസ്റ്റ് ആയി എങ്ങനെ ഉണ്ടാവുക. അവർ യൂട്യൂബിൽ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമർ കേസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു വോൾവോ V40 നമുക്കൊരു ആക്സിഡൻറ്റ് വെഹിക്കിളാണ്, ആക്സിഡൻ്റ് ആയിട്ട് വന്നതാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന ഡ്രൈവർ എയർ ബാഗാണ്. ഇത് ഓപ്പൺ ആവുക എങ്ങനെ വെച്ചാൽ ഈ കാണുന്ന രണ്ട് ഫൈബർ മെറ്റീരിയൽ ഓപ്പൺ ആയിട്ടാണ് ഇതിൻ്റെ എയർ ബാഗ് റിലീസ് ആവുക. ഇതാണ് ഇതിൻ്റെ എയർ ബാഗ്. ഇത് ജസ്റ്റ് വൺസ് ഒരു 1 or 2 സെക്കൻഡിൽ വന്ന് ബ്ലാസ്റ്റായി ആ ഫോമിൽ വന്നിട്ട് അപ്പോൾ തന്നെ റിലീസ് ആവും. കാരണം ഫുൾ ഫോഴ്സിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ചെസ്റ്റിലേക്ക് ഇമ്പാക്റ്റ് വരാൻ യൂസ് കൂടുതലാണ്. അപ്പോൾ ഇത് ബ്ലാസ്റ്റ് ആവുന്ന സമയത്ത് തന്നെ ഇതിനുള്ളിൽ എയർ റിലീസ് ഹോൾസ് ഉണ്ടാവും. ആ ഹോൾസിൽ കൂടെ എയർ റിലീസായിട്ട് ഇത് തന്നെ തിരിച്ച് പോകും. കാരണം നമ്മുടെ ഇമ്പാക്റ്റ് ചെസ്റ്റ് വന്നിട്ട് ഈ സ്റ്റിയറിംഗിൽ ഇമ്പാക്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പാസഞ്ചർ എയർ ബാഗ് ഓപ്പൺ ആവുന്നത് ഈ കാണുന്ന ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് മാറുന്ന സമയത്ത് ഡാഷ്ബോർഡ് അടക്കം നമുക്ക് മാറണം. ഇതാണ് എൻ്റെ യൂണിറ്റ്. ഇപ്പോൾ ഈ കാണുന്ന എയർ റിലീസ് വാൽവ് വരുന്നത്. ഈ പ്രഷറിൽ ബൂസ്റ്റായി കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നമുക്ക് ഇമ്പാക്റ്റ് ഫ്രണ്ടിക്കുള്ള മൂവ്മെൻറ്റ് കുറയ്ക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ആ ഇമ്പാക്റ്റിൽ ഈ എയർ റിലീസ് വാലിൽ കൂടെയാണ് ഈ എയർ മുഴുവൻ പോവുക. അതുപോലെ പിന്നെ ബ്ലാസ്റ്റ് ആയിട്ടുള്ളത് നീ എയർ ബാഗ്. ഇത് മിക്ക കാറുകളിലും ഉണ്ടാവില്ല നീ എയർ ബാഗ്. അപ്പോൾ ഇതാണ് നീ എയർ ബാഗ്. അതൊരു ബ്രേക്കിംഗ് സിറ്റുവേഷൻ, അതായത് ഒരു മേജർ ആക്സിഡൻറ്റിൽ ഇടിച്ച് കയറുന്ന സമയത്ത് മുട്ടിന് ഇമ്പാക്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നീ എയർ ബാഗ് കൊടുത്തിട്ടുള്ളത് ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ റോൾ ഓവർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് ചില വെഹിക്കിളിനകത്ത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ചില സിറ്റുവേഷനിൽ വെഹിക്കിൾ മറിയുന്നുള്ള ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ സൈഡിലെ കർട്ടൺ എയർ ബാഗ്സും കൂടി ഉണ്ട്. അത് ഈ വെഹിക്കിളിന് ഓപ്പൺ ആയിട്ടില്ല. അതുപോലെ തന്നെ ഇൻറ്റീരിയറിൽ കിടക്കുകയാണെങ്കിൽ സേഫ്റ്റി റീസൺ ആയിട്ടുള്ള 3 കാറ്റഗറി ആയിട്ടാണ് ഇതിൻ്റെ ബ്ലാസ്റ്റ് വന്നിട്ടുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പാക്റ്റ് വരുന്നതിന് മുമ്പ് നമ്മൾ സീറ്റ് ബെൽറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യും. അതിനുള്ളിലൊരു പ്രീ ടെൻഷൻ യൂണിറ്റ് ഉണ്ട്. അത് ബ്ലാസ്റ്റ് ആയിട്ട് സീറ്റ് ബെൽറ്റ് ലോക്ക് ചെയ്യും. അപ്പോൾ ഈ സീറ്റ് ബെൽറ്റ് യൂണിറ്റ് സ്റ്റക്കാണ്. ഇപ്പോൾ സീറ്റ് ബെൽറ്റ് യൂണിറ്റ് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെ പ്രോസസ് വെച്ചാൽ സീറ്റ് ബെൽറ്റ് മാറിയിട്ട് അതിൻ്റെ സോഫ്റ്റ്വെയർ ചെയ്യണം, എന്നാൽ മാത്രമേ ആക്റ്റീവ് ആവുള്ളൂ. അതുപോലെ നെക്സ്റ്റ് വന്നുള്ളത് നീ എയർ ബാഗാണ്. കാരണം ടോപ്പ് ലെവലിൽ താഴത്തേക്ക് വരുമ്പോൾ നമ്മുടെ നീക്ക് ഇമ്പാക്റ്റ് വരാൻ ചാൻസ് ഉള്ള കാരണം ഡ്രൈവർ നീ എയർ ബാഗ് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇമ്പാക്റ്റ് ആയി കഴിയുമ്പോൾ ഈ നീ എയർ ബാഗ് തൊട്ട് ടോട്ടൽ എയർ ബാഗ്സ് അല്ലാതും പാസീവ് സേഫ്റ്റിയാണ്. ഇമ്പാക്റ്റ് കഴിഞ്ഞിട്ട് വരുന്ന ഓപ്ഷനാണ്, സേഫ്റ്റി പാർട്സുകളാണ്. അപ്പോൾ ഈ നീ എയർ ബാഗ് ഓപ്പണായി. നെക്സ്റ്റ് വരുന്ന ഡ്രൈവർ എയർ ബാഗ് ഓപ്പണായി. അതുപോലെ തന്നെ പാസഞ്ചർ എയർ ബാഗ് ഓപ്പൺ ആയിട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു പാസഞ്ചർ എയർ ബാഗ് പാസഞ്ചർ ഇല്ലെങ്കിലും ഓപ്പൺ ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്കവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓൺ ഓഫ് ബട്ടൺ. ഇപ്പോൾ പാസഞ്ചർ ഇല്ലാത്ത തന്നെ നമുക്ക് ഇപ്പോൾ ഈ കസ്റ്റമർക്ക് ലോസ് എന്ന് പറഞ്ഞാൽ 2 ലക്ഷം 2.5 ലക്ഷം രൂപയുടെ പാർട്സ് വെറുതെ വേസ്റ്റ് ഓഫ് മണിയാണ്. അതായത് ഇപ്പോൾ ഡാഷ്ബോർഡ് യൂണിറ്റ് മാറണം, എയർ ബാഗ് മാറും. ഇപ്പോൾ പാസഞ്ചർ ഇല്ലാത്ത സമയത്ത് ആ ബട്ടൺ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ ആക്റ്റീവ് ആവില്ല. അതുപോലെ തന്നെ വോൾവോ വാഹനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ആക്സിഡൻറ്റ് സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിലോ അതുപോലെ പെയിൻറ്റിങ് വർക്ക്, മെക്കാനിക്കൽ വർക്ക്, ഇലക്ട്രിക്കൽ, AC ഇതുപോലെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ പാർട്സും നമ്മുടെ കടയിൽ റെഡിയിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഇൻ കേസ് എന്തെങ്കിലും രീതിയിൽ പാർട്സ് റെഡിയിൽ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് മാക്സിമം ഷോർട്ട് പീരീഡിൽ നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റും. താങ്ക് യു.